പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം. ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്നെന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമത്തെ തിരുവചനത്തെ ധ്യാനിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ദാനമായി തന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ദൈവം വീണ്ടും വീണ്ടും കാലങ്ങൾ, സമയങ്ങൾ, ദിവസങ്ങൾ നിശ്ചയിക്കുന്നു എന്ന് തിരുവചനം നമ്മോട് ഉപദേശിക്കുകയാണ്. മുമ്പ് പല പ്രാവശ്യം നിശ്ചയിച്ചു. ആ നിശ്ചയത്തിലൊന്നും നിങ്ങളുടെ ഹൃദയം കഠിനമാക്കി പോയി. ദൈവം അത് കണ്ട് സഹിച്ചു, ക്ഷമിച്ചു, വഹിച്ചു. നിന്നോട് കൂടെ ദൈവം കൂടെ വന്ന് ഒരു ദിവസം നിന്റെ ഹൃദയത്തെ കഠിനമാക്കാത്ത ഒരു സാഹചര്യം ദൈവം പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിലും നമ്മെ തേടി വന്ന് പറയുകയാണ്, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഈ തിരുവചനത്തെ അപ്പോസ്തലനായ പൗലോസ് എബ്രായ സഭയോട് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരോട് പറഞ്ഞു വരുന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നവർ മരുഭൂമിയിലായിരുന്നപ്പോൾ അവരുടെ പാതകളിൽ സംഭവിച്ചതായ പല പരീക്ഷയും ദൈവം അവരോട് സംസാരിച്ച വിഷയമൊക്കെയാണ് അവിടെ പ്രതിപാദിച്ചിട്ടുള്ളതെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ഒരു വ്യത്യസ്തമായ സന്ദേശം ഈ പ്രഭാതത്തിൽ നമുക്ക് തരുവാൻ വേണ്ടി ദൈവാത്മാവ് തിരഞ്ഞെടുത്ത വചനമാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ന് നിങ്ങൾക്ക് ഈ ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ജീവനുള്ളവരുടെ ദേശത്ത് അവശേഷിക്കുന്നില്ല, മരിച്ചവരാണ്. ഇല്ല, ഞാൻ ഈ പറയുന്ന ശബ്ദം കേൾക്കാം, ദൈവവചനം കേൾക്കാം, പാട്ട് കേൾക്കാം, ഈ അന്തരീക്ഷത്തിലുള്ളതായ കോലാഹലങ്ങളൊക്കെ കേൾക്കാം. ഈ ശബ്ദങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ജീവനുള്ളവരാണ്. ജീവനുള്ളവരുടെ ദേശത്ത് അല്പം കൂടെ നാളുകൾ ജീവിച്ചിരിക്കാൻ ഒരവകാശം ദൈവം നിനക്ക് തന്നു. എന്നാൽ ദൈവശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? അതാർക്ക് കേൾക്കാൻ കഴിയും? ഒരു പക്ഷെങ്കിൽ നമ്മൾ പറഞ്ഞേക്കാം, അയ്യോ, അത് വിശുദ്ധന്മാർക്ക് മാത്രമേ ദൈവശബ്ദം കേൾക്കാൻ കഴിയുകയുള്ളൂ, നീതിമാന്മാർക്ക് മാത്രമേ ദൈവശബ്ദം കേൾക്കാൻ കഴിയൂ, പ്രവാചകന്മാർക്ക് മാത്രമേ ദൈവശബ്ദം കേൾക്കാൻ കഴിയൂ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. അങ്ങനെയല്ല, സകല ജീവജാലങ്ങൾക്കും ദൈവശബ്ദം കേൾക്കാൻ കഴിയും. നമുക്ക് ഓരോരുത്തർക്കും ദൈവശബ്ദം കേൾക്കാൻ കഴിയും. നാം ഒരു രോഗിയായി ഒരു ഡോക്ടറുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ഡോക്ടർ ആദ്യം പരീക്ഷിക്കുന്നത് നമ്മളിൽ ദൈവശബ്ദമുണ്ടോ എന്നാണ്. അതെന്താണ് ദൈവശബ്ദം? ഹൃദയത്തിൻ്റെ ഇടിപ്പ്. ആ ഹൃദയത്തിൻ്റെ ഇടിപ്പിൻ്റെ ശബ്ദം ഒരു വൈദ്യന് കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മരിച്ചവരല്ല, ജീവനുള്ളവരാണ്. ആ ജീവനുള്ള വ്യക്തി ജീവനോടെ ഇരിക്കുന്നത് കൊണ്ടാണ് ആ ശബ്ദം കേൾക്കാനിടയാകുന്നത്. അങ്ങനെ ജീവൻ്റെ ശബ്ദം കേൾക്കാൻ ഒരു വ്യക്തിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവരെ ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് പറയുന്നതായ സന്ദേശമാണ്, നിനക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നീ നിൻ്റെ ഹൃദയം കഠിനമാക്കരുത്. അങ്ങനെയാണ് കഠിനമാക്കുന്നത്. നിൻ്റേതായ അഹങ്കാരം നിൻ്റെ മനസ്സിൽ വയ്ക്കരുത്. നിൻ്റെ കഴിവ് കൊണ്ടാണ് നീ ജീവിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. വൈദ്യശാസ്ത്രത്തിൻ്റെ കണക്ക് അനുസരിച്ച് ഒരു സെക്കൻഡിൽ ഏതാണ്ട് 30,000-ൽ പരം ജനങ്ങളുടെ, ലോകത്തിലുള്ള ജനങ്ങളുടെ ശബ്ദം നിലയ്ക്കുന്നുണ്ട്. കേൾക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ മരിച്ചുകൊണ്ടിരിക്കുക. പല സാഹചര്യങ്ങളുടെ മുഖത്ത് രോഗിയായി, പ്രായം ചെന്ന്, അകാല മരണം, ആപത്ത്, അല്ലെങ്കിൽ ആത്മഹത്യ, യുദ്ധത്തിലും ക്ഷാമത്തിലും മറ്റ് അപകടങ്ങളിലും വെള്ളത്തിലും എന്ന് വേണ്ട പല സാഹചര്യങ്ങളിലായി ഏതാണ്ട് 30,000-ൽ പരം ജനങ്ങളുടെ അനുനിമിഷവും ശബ്ദം നിലയ്ക്കുകയാണ് എന്ന് പറഞ്ഞാൽ കേൾക്കാൻ കഴിയുന്നില്ല. മരിച്ചവരും മൗനത്തിലിറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല, ദൈവശബ്ദം കേൾക്കുന്നില്ല, അവരുടെ ശബ്ദവും കേൾക്കുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നിന്നോട് വ്യക്തിപരമായി ചോദിക്കുകയാണ്, നിനക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ?
നിന്റെ ഹൃദയത്തിൻ്റെ ഇടിപ്പ്, ദൈവം നിനക്ക് തന്നതായ നിന്റെ മൂക്കിൽ ഊതിയ ജീവശ്വാസത്തിൻ്റെ ഇടിപ്പ്, താളം, ആ ശബ്ദം നിനക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? എങ്കിൽ ദൈവം നിന്നോട് പറയുന്നു, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിന്റെ ഹൃദയം കഠിനമാക്കരുത്. എന്ന് പറഞ്ഞാൽ നിന്റെ കഴിവ് കൊണ്ടാണ്, നിന്റെ ജ്ഞാനം കൊണ്ടാണ്, നിന്റെ ബലം കൊണ്ടാണ്, നിന്റെ ബുദ്ധി കൊണ്ടാണ് നീ ചലിക്കുന്നത്, സംസാരിക്കുന്നത്, കേൾക്കുന്നത്. ഇല്ല, ദൈവം തന്ന കഴിവ് കൊണ്ടാണ്, ദൈവം തന്ന ശക്തിയാ. കേൾവി ദൈവം തന്നതാ. നിനക്ക് കാണാൻ കഴിയുന്നത് ദൈവം തന്ന കണ്ണുകൊണ്ടാണ്. നിന്റെ കണ്ണും മറ്റുള്ളവരുടെ കണ്ണും ദൈവം വ്യത്യാസമായിട്ട് സൃഷ്ടിച്ചു. നമ്മളൊരു എയർപോർട്ടിൽ ചെന്നാൽ ആദ്യമായിട്ട് പരീക്ഷിക്കുന്നത് കമ്പ്യൂട്ടറിൽ കൂടെ ആധുനികമായി മനുഷ്യൻ കണ്ടുപിടിച്ചതായ കഴിവുകളൊക്കെ എന്ന് പറഞ്ഞാൽ അവർ കണ്ടുപിടിച്ചു ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തനാണ്. ആദ്യകാലങ്ങളിലൊക്കെ ശരീരത്തിലുള്ള മറുകുകൾ കൊണ്ടായിരുന്നു, മാർക്ക് കൊണ്ടായിരുന്നു, ബ്ലാക്ക് മാർക്ക് കൊണ്ടായിരുന്നു മനുഷ്യരുടെ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്തതെങ്കിൽ ഇപ്പോൾ ആധുനിക ശാസ്ത്രം പറയുന്നു മനുഷ്യൻ്റെ കൃഷ്ണമണി ഒരു കൃഷ്ണമണിയിൽ നിന്ന് വേറൊരു കൃഷ്ണമണി വ്യത്യാസമാണ്. നോക്കൂ, അത്ഭുതകരമായി, എത്ര മഹത്വകരമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. നിനക്ക് തന്ന ബലമല്ല മറ്റുള്ളവർക്ക് തന്നത് ബലം, നിനക്ക് തന്ന സൗന്ദര്യമല്ല വേറൊരുവിനുള്ളത്, നിന്റെ കണ്ണിൻ്റെ കൂട്ടല്ല വേറൊരു കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഞാൻ നിന്നെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്ത്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യാസമായി നിനക്കൊരു കേൾവി ശക്തി, കാണുവാനുള്ള ശക്തി, ചരിക്കുവാനും വേല ചെയ്യുവാനും അധ്വാനിക്കുവാനും നിൻ്റെ കുടുംബത്തെ പുലർത്തുവാനും കുഞ്ഞുങ്ങളെ വളർത്തുവാനും മാതാപിതാക്കളെ ശ്രദ്ധിക്കുവാനും ഈ ലോകത്തിൽ സമൂഹത്തോടൊക്കെ നിനക്കുള്ള കടപ്പാടുകൾ നിറവേറ്റാനുമൊക്കെ ദിവസവും നീ ശബ്ദം കേൾക്കുന്നവനാകണം. ശബ്ദം കേൾക്കുന്നില്ല എങ്കിൽ നീ ഊമനെ പോലെയും ചെകിടനെ പോലെ ആയിപ്പോകും. ലോകത്തിൽ എന്താണ് സംഭവിക്കുന്നത് നിനക്കറിയാതെ ആയിപ്പോകും. എന്നാൽ അങ്ങനെയുള്ളവരെയും ദൈവം വേറെ ചില ജ്ഞാനങ്ങൾ കൊടുത്ത് നടത്തുന്നുണ്ട്. പക്ഷെങ്കിൽ കേൾക്കുന്നവർക്ക് വേണ്ടിയുള്ള സന്ദേശമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ ചോദിക്കുകയാണ്, ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധിക്കൂ. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ. എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം ദൈവം നിന്നോട് പറഞ്ഞു, നീ അഹങ്കരിക്കരുത്, നിൻ്റെ ഹൃദയം ദൈവത്തോട് മറുത്തു നിൽക്കരുത്, നിൻ്റെ കഴിവുകൊണ്ടാണെന്ന് പല പ്രാവശ്യം നീ പറഞ്ഞു, നീ അഹങ്കരിച്ചു, ദൈവത്തോട് നന്ദിയില്ലാത്തവനായി തീർന്നു. ഈ ജീവശ്വാസത്തിന് ദൈവത്തോട് ഒരു വാക്ക് പോലും നീ നന്ദി പറഞ്ഞില്ല. ദൈവമാണ് നിന്നെ നടത്തുന്നതെന്ന് നീ ഗ്രഹിച്ചില്ല. അതുകൊണ്ട് ദൈവം നിന്നെ തള്ളിക്കളഞ്ഞില്ല, ദൈവം നിന്നെ ശിക്ഷിച്ചില്ല. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്നൊരു സമയം, ഒരു ദിവസം വീണ്ടും നിശ്ചയിക്കുന്നു. എന്ന് പറഞ്ഞാൽ നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങൾ നിൻ്റെ മുൻപിൽ ദൈവം കാണിക്കുകയാണ്, നിനക്ക് വേണ്ടി നിശ്ചയിക്കുന്നു. എതിർച്ചയായി വന്ന ദിവസമല്ല, എതിർച്ചയായി വന്ന സാഹചര്യമല്ല. നീ കേൾക്കുന്ന ജീവൻ്റെ തുടിപ്പ്, നീ കാണുന്നതായ കണ്ണിൻ്റെ മിടിപ്പുകൾ, ഇതൊന്നും യാദൃച്ഛികമായി ഓട്ടോമാറ്റിക്കായിട്ട് വന്നതല്ല. നീ ആ ശബ്ദം ഒന്ന് ശ്രമിച്ചു നോക്കൂ, അതിനൊരു താളമുണ്ട്. ആ താളം നിന്നോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഈ താളം എന്നും നിലനിൽക്കുന്നതല്ല, ഈ താളത്തിനൊരു അന്ത്യമുണ്ട്. ഈ താളം ഏത് സമയത്തും നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ നിലച്ചു പോകാം. ദൈവം അതുകൊണ്ട് ജീവനുള്ളവരുടെ ദേശത്ത് നിന്നെ അവശേഷിപ്പിച്ചും കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുകയാണ്, ഇന്ന് നിങ്ങൾക്ക് അവൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുന്നുണ്ടോ? മകനെ, മകളെ, ഈ പറയുന്ന ശബ്ദം, ദൈവശബ്ദം, നിന്റെ ഹൃദയത്തിൻ്റെ ഇടിപ്പ്, ദൈവം നിന്നോട് ചോദിക്കുന്ന കാര്യങ്ങൾ നിനക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നീ ജീവനുള്ളവനാണ്. ജീവനുള്ളവരുടെ ദേശത്ത് ദൈവം നിന്നെ അവശേഷിപ്പിച്ചു. നിന്റെ കഴിവും എല്ലാം ദൈവം എടുത്തു മാറ്റിയിട്ട് ദൈവത്തിൻ്റെ ഒരു കഴിവ് നിനക്ക് തന്നു, ദൈവത്തിൻ്റെ ഒരു ജ്ഞാനം തന്നു. എന്താണ് ആ ജ്ഞാനം? ശ്വസിക്കുവാനുള്ള കഴിവ്. ആ ശ്വാസം ദൈവം തന്നതാണ്. ആ ശ്വാസത്തിനൊരു താളമുണ്ട്, ആ ഹൃദയത്തിനൊരു താളമുണ്ട്. ആ ഹൃദയം നിന്നോട് സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ട്. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിന്റെ ഹൃദയം കഠിനമാക്കരുത്. നീ ദൈവസന്നിധിയിൽ താഴണം. കർത്താവേ, നീ തന്ന ശ്വാസം, ഈ ശ്വാസത്തിന് ഞാൻ എന്ത് പകരം നൽകേണ്ടു? നീ തരുന്നതായ കഴിവും നീ തരുന്നതായ ബലവും നീ തരുന്നതായ സൗഖ്യവുമാണ് എന്നെ ഓരോ ദിവസവും വഴി നടത്തുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുവാൻ, എൻ്റെ കുടുംബത്തെ ശ്രദ്ധിക്കുവാൻ, എനിക്ക് സമ്പാദിക്കുവാൻ, എനിക്ക് ജോലി ചെയ്യുവാൻ, എനിക്ക് ആരാധിക്കുവാൻ, എനിക്ക് വിശ്വസിക്കുവാൻ, എനിക്ക് കാണുവാനും കേൾക്കുവാനും എല്ലാം എനിക്ക് സാധിക്കുന്നതിൻ്റെ അർത്ഥം നീ എനിക്ക് തന്നതായ നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളാണ്.
ദൈവം തരുന്ന സമയങ്ങൾ, ദിവസങ്ങൾ നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഇന്നൊരു ദിവസം ദൈവം വീണ്ടും നിശ്ചയിക്കുന്നു. കാരണം മുമ്പേ പറഞ്ഞ ദിവസങ്ങളൊന്നും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ നിനക്ക് കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ ശബ്ദം ദൈവത്തിൻ്റെതാണെന്നുള്ളതായ ശബ്ദം നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. നീ ഓർത്തു നിൻ്റെ ശബ്ദമാണ്. ആ ഹൃദയത്തിൻ്റെ ഇടിപ്പെല്ലാം നീ ഓർത്തത് നിന്നോട് നിൻ്റെ ശരീരം നിൻ്റെ കഴിവുകൊണ്ട് ഇടിക്കുന്നതായ ഇടിയാണെന്ന് നീ വിചാരിച്ചു. പക്ഷെങ്കിൽ നിന്നെക്കാളും ആരോഗ്യമുള്ളവർ, സുന്ദരന്മാർ, സുന്ദരിമാർ, എത്രയോ സമ്പന്നർ, എത്രയോ ബലമുള്ളവർ, എത്രയോ ജ്ഞാനികൾ, ഭരണാധികാരികൾ, എത്രയോ ശ്രേഷ്ഠർ, വിദ്യാഭ്യാസമുള്ളവർ, എത്ര ബലമുള്ളവർ, അവരുടെയൊക്കെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് പെട്ടെന്ന് നിൽക്കുമ്പോൾ ദൈവം നിന്നെ വീണ്ടും ആ ഹൃദയമിടിപ്പ് കേൾക്കുന്നവനാക്കി ജീവനുള്ളവരുടെ ദേശത്ത് അവശേഷിപ്പിച്ചു. എന്തിനു വേണ്ടിയെന്നറിയാം? നിശ്ചയിക്കപ്പെട്ട ഒരു ദിവസത്തേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നും നിന്നോട് വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. നിനക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? നിന്റെ ഹൃദയം കഠിനമാക്കരുത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴുവാൻ നിനക്കൊരു ഹൃദയമുണ്ടാകണം, കഠിനമില്ലാത്ത ഹൃദയം. കർത്താവേ, ഞാൻ നിൻ്റെ സൃഷ്ടിയാണ്, ഞാൻ നിൻ്റെ പൈതലാണ്, നീ എനിക്ക് തന്ന ജീവനാണ് എന്നിൽ വസിക്കുന്നത്. ഞാൻ കേൾക്കുന്ന ഹൃദയത്തിൻ്റെ താളം എൻ്റെ താളമല്ല, ഞാൻ സൃഷ്ടിച്ച താളമല്ല, എനിക്കുണ്ടാക്കുവാൻ കഴിയില്ല. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, എന്തെല്ലാം ശബ്ദമുണ്ടാക്കിയിരുന്നാലും ഹൃദയത്തിൻ്റെ ശബ്ദം പോലൊരു ശബ്ദം ആർക്കും സൃഷ്ടിക്കാൻ കഴിയുകയില്ല. ദൈവത്താൽ സൃഷ്ടിതമായ അതൊരു വിശേഷതയേറിയതായ ശബ്ദം. ആ താളത്തെ ക്രമീകരിക്കുവാൻ ഒരു മനുഷ്യർക്കും സാധിക്കുകയില്ല. ദൈവം തരുന്ന താളത്തിൻ്റെ അളവുകൾ നിശ്ചയിച്ചുകൊണ്ട് അതൊരു കമ്പ്യൂട്ടറിൽ കൂടെ അതിൻ്റെ ഇടിപ്പിൻ്റെ വ്യത്യാസം ഒരു ലൈറ്റിങ്ങിൽ കൂടെ നിന്നെ കാണിക്കാൻ കഴിയും. പക്ഷെങ്കിൽ ആ താളത്തെ റെഗുലേറ്റ് ചെയ്യുവാൻ ഒരു കണ്ടുപിടുത്തങ്ങൾക്കും കഴിയില്ല. കാരണം അത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. ആ ശബ്ദം നിൻ്റെ ഹൃദയത്തിൽ തന്നവൻ, ആ ഇടിപ്പിനെ തന്നവൻ, ജീവനുള്ളവരുടെ ദേശത്ത് നിന്നെ അവശേഷിപ്പിച്ചവൻ, നിൻ്റെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ, നിൻ്റെ ദേശത്തിൻ്റെ മുൻപിൽ, ശത്രുക്കളുടെ മുൻപിൽ നിന്നെ പട്ടുപോകാതെ ദൈവം നിന്നെ പരിപാലിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിയെ പ്രഭാതത്തിൽ നിന്നോട് ചോദിക്കുകയാണ്, മകനെ, മകളെ, ഇന്ന് നിനക്ക് എൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിന്നെ ഇപ്പോഴും ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് അവശേഷിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് കഠിനപ്പെടാത്തൊരു ഹൃദയം, മൃദുവായ ഒരു ഹൃദയം, ദൈവസന്നിധിയിൽ താഴ്മയുള്ള ഒരു ഹൃദയം, ദൈവം പറയുന്നത് അനുസരിക്കുവാനുള്ള ഒരു മനസ്സ്, ഒരു സന്തോഷം, ദൈവത്തെ ദൈവമെന്ന് ഏറ്റുകൊള്ളുവാൻ ഉള്ളതായ ഒരു സന്മനസ്സ്, ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുവാനുള്ളതായ ഒരു സന്മനസ്സ്, ഒരു ബുദ്ധി, ഒരു ജ്ഞാനം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അനേക തെളിവുകളും നിൻ്റെ ബുദ്ധിയുമൊക്കെ വെച്ചുകൊണ്ട് ദൈവമില്ല എന്ന് മൂഢൻ സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുകയും നീ ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവം നിന്നോട് ക്ഷമിച്ചു, ദൈവം സഹിച്ചു, നിന്നെ ഭാഗിച്ചു. വീണ്ടും നിനക്കൊരു ദൈവം, ഒരു സമയം നിനക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാവിലെയും ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുകയാണ്, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഇതും നിനക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ദിവസമാണ്. നിൻ്റെ ഹൃദയം കഠിനമാക്കരുത്. കഠിനമാക്കാത്തൊരു ഹൃദയം, ദൈവസന്നിധിയിൽ താഴ്ത്തുന്ന ഒരു ഹൃദയം, ദൈവത്തെ അംഗീകരിക്കുന്ന ഒരു ഹൃദയം, ദൈവത്തോട് സംസാരിക്കുന്ന ഒരു ഹൃദയം, ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്ന ഒരു ഹൃദയം, ദൈവശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയം ദൈവം നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അത് നിനക്ക് ലഭിക്കുവാൻ, അത് സാധ്യമാകുവാൻ, അത് ദീർഘമാക്കി തരുവാൻ ദൈവത്തിൻ്റെ കൃപ നിന്നോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.